സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ സ്പിന്ന് അതേപോലെ നമ്മളെ സെലക്ഷൻ കോൺട്രാക്റ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ MSN പാക്കൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഡോട്ട്മെൻറ്റിന് ലൈസൻസ് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലബ് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ടാർഗറ്റ് കോബലാണ്, അറ്റാക്കിങ് ഗോൾ കീപ്പർ കോബലിനെയാണ് നമ്മുടെ ടാർഗറ്റ്. വേറെ ആരും കിട്ടണമെന്നില്ല. ജോബ് ബെല്ലിങ്ങത്തിൻ്റെ കാർഡൊന്നും ഇതിൽ അവൈലബിൾ ആയിട്ടില്ല. സ്പിൻ ചെയ്തൊക്കെ ഗൈസ് ആരെ കിട്ടുമൊക്കെ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണി സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 500 സബ്ബാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ MSN ബിഗ് ടൈം പാക്ക് കറക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്കിതിൽ ആരെ കിട്ടി നോക്കാം. ഇതിൽ അവിടെ ആവശ്യമില്ലാത്ത ഏതോ പ്ലെയറിനെ കിട്ടിയും ഗ്രോസോ അങ്ങനത്തെ ഒരു പേരുള്ള ഒരു പ്ലെയറിനെ കിട്ടിയിരിക്കണേ. ആവശ്യമില്ലാത്തൊരു പ്ലെയറാണ്. കോബലിനെ കിട്ടി യൂസ് ചെയ്യാമായിരുന്നു. MSN പാക്ക് കറക്കണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി, ഞങ്ങൾക്ക് കറക്കി തരാം. പിന്നെ അതേപോലെ നമ്മുടെ 30th ആനിവേഴ്സറിയുടെ ലാസ്റ്റ് സ്പിന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങനെയാണ്. എൻ്റെ എപ്പിക്കൊക്കെ ഫുള്ള് താഴെ കിടക്കണേ, ബേസ് പ്ലേസ് ഫുള്ള് മുകളിൽ. ഇത് ആർക്കൊക്കെ ഈ ബഗ് ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിൽ എനിക്ക് ലംബാർഡിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരായി പോയി കാണാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ടാർഗറ്റ് വന്നത് കിട്ടുക റൊണാൾഡീനെ കിട്ടിയാൽ മതി. നമുക്ക് ലാസ്റ്റ് ഫ്രീ സ്പിൻ കൊടുത്താൽ അതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ മുഖം പോലും ഇല്ലാതെ ഏതൊരു ചങ്ങാനെ കിട്ടിക്കണേ. ഓനൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട് കേട്ടോ. ആർസെനലത്തി അതേപോലെ AC മിലാനത്തി പ്ലേയേഴ്സ് ഉള്ളത്. ഇതിൽ കുറേ സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ടാർഗറ്റ് വരാനുള്ളത് റൈസിനെ എടുക്കാം. ഇനി കിട്ടുമ്പോൾ എടുക്കാൻ നോക്കാം. റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആരൊക്കെ എടുത്തെന്ന് കമൻറ്റ് ചെയ്യണം. ബോക്സ് ടു ബോക്സ് ആണ്. റൈസിൻ്റെ ഒരു കാർഡില്ല, അത് ഞാൻ റൈസ് സൈൻ ചെയ്യാൻ കാരണം. ബോക്സ് ടു ബോക്സ് തന്നെ അല്ലേ? ബോക്സ് ടു ബോക്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഉള്ളത് വരാൻ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് എയ്ത്താൻറ്റി അതേപോലെ കടലിന് നറുക്കപ്പെട്ടൊരവസ്ഥയാണ് ഇതിലിപ്പോൾ ഉള്ളത്. ഇതിൽ ആറ് സൈൻ ചെയ്യണമെന്ന് വെച്ചൊരു പിടുത്തമല്ല. ഈ ഫോർലാൻഡ് ആനിമി കാർഡ് ഇനി ഓൾറെഡി എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. സെയിം കാർഡ് തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഈ ബെയിലിന് കറക്കി കിട്ടിയിട്ടുണ്ട് ബ്ലിസ്കൾ ബെയിൽ. അതേപോലെ നമ്മുടെ ഡെൽപിയറോ ഉണ്ട് ബ്ലിസ്കൾ കിട്ടി. നമ്മളെ കന്നവാറോ അതേപോലെ ഒലിവർക്കാനും പിന്നെ കസേറസും ടാർഗറ്റ് വരുന്നത്. ഇതിൽ ആരെടുക്കണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി ഫ്രീ സ്പിൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കറക്കി നോക്കാം. നിങ്ങൾക്ക് ഇതിലെ ടാർഗറ്റ് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പ്ലെയർ ഓഫ് ദി വീക്കല്ല, എൻകൗണ്ടർ സ്റ്റാർസ് ആണ് ഇതിൽ നമ്മൾക്ക് കിട്ടിയ കാർഡുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ടാർഗറ്റ് മെസ്സിൻ്റെ കാർഡാണ്. മെസ്സിനെ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചുള്ള കൊനാമിൻ്റേത്. ഇത് എന്നാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ഈ 108 109 ഇച്ച് ആവശ്യമില്ല. ഇച്ച് മെസ്സിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി മതി. അതാണ് എൻ്റെ ആഗ്രഹം. അതിൽ കൊനാമി തരുമോ നോക്കാം. നമുക്ക് ടാർഗറ്റ് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രീ സ്പിന്ന് കൊടുത്തു നോക്കാം. ഫ്രീ സ്പിന്നില്ല. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയ ആരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ എപ്പിക് അസംബിൾ പാക്കിൽ. അപ്പോൾ നല്ല പെർഫോമൻസ് തരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ ഡാനി ഓൽമോനാണ്. കുഴപ്പമില്ല, ഒരു ഹോൾ പ്ലെയർ ആണ് ഡാനി ഓൽമോ. ബാർസലോണിൻ്റെ കിറ്റൊക്കെ മാറിയിട്ടുണ്ടല്ലോ, നല്ല രസമുള്ളൊരു കിറ്റായിട്ടുണ്ട് ബാർസലോണിൻ്റെ. അപ്പോൾ ഓൽമോനാണ് കിട്ടിയിട്ടുള്ളത്. ഓൽമോ ഹോൾ പ്ലെയറിനെ ആയിരിക്കും. ഓൽമോ ഹോൾ പ്ലെയറാണ്. ഓൽമോൻ്റെ ഒരു കാർഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ കിട്ടിയാൽ നന്നായി. അപ്പോൾ നമുക്ക് ഇനി വേറെ അക്കൗണ്ടിൽ 2-3 ഫ്രീ സ്പിന്നും സെലക്ഷൻ കോൺട്രാക്റ്റൊക്കെ ഉണ്ട്. അതിലെടുത്ത് നോക്കാം. അപ്പോൾ ഡോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരെ കിട്ടിയാലും കുഴപ്പമില്ല, കാരണം ഇതിൽ ഓൾറെഡി ഒലിവർ ഖാൻ്റെ കാർഡ് ഉണ്ട്. മറ്റേ ആനിമി റൂമിയൊക്കെ വന്ന ടൈമിലുള്ള കാർഡാണ്. ഒലിവർ ഖാൻ്റെ സെയിം കാർഡാണ്. തീം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നല്ല പ്ലെയറിനൊന്നും ഇത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഡ്രോഗ്ബൻ്റെ ഒരു സ്പിന്നുണ്ട്. ഈ അക്കൗണ്ടിൽ ഇതായിട്ട് ഡ്രോഗ്ബനെ കിട്ടിയില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എത്ര ഡ്രോഗ്ബ കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും കിട്ടിയില്ല ഡ്രോഗ്ബനെ. കിട്ടിയിട്ട് വലിയ യൂസൊന്നും ഇല്ലാത്ത കാർഡാണ്. ഫോക്സിൻ്റെ ബോക്സ് ആണ്. അപ്പോൾ വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ട് നമുക്ക് റൈസിനെ തന്നെ എടുക്കാം. അപ്പോൾ നല്ല പ്ലെയറായിട്ട് വെച്ച് തോന്നിക്കുന്ന റൈസാണ്. നമ്മളെ സാക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ റൈസിനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ എപ്പിക് സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് ആരെടുക്കാൻ നോക്കാം. ഓൾറെഡി ഒലിവർ ഖാൻ ഉണ്ട്. അപ്പോൾ പിന്നെ LB ആയിട്ട് കസേറസിനെയും കിട്ടിയിട്ടുണ്ട്. ഒലിവർ ഖാൻ്റെ ഇതേ ഒരു കാർഡാണ്. അപ്പോൾ നമുക്ക് കന്നവാറാണ് സൈൻ ചെയ്യുക ഗൈസ്. നിങ്ങൾ കന്നവാറിനെ സൈൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആര് സൈൻ ചെയ്ത് അതേപോലെ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ കന്നവാറിനെ നമുക്ക് പിടിച്ചൊന്ന് സ്കോഡൊക്കെ ഇടാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കന്നവാറ കുറച്ച് ഹൈറ്റ് കുറവായിട്ടും പക്ഷെ നല്ലൊരു ഡിഫൻസ് ആട്രിബ്യൂട്ട് അതേപോലെ ജമ്പിങ് ഒക്കെ 100ൻ്റെ മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ കന്നവാറിനെ പിടിച്ചിടാം ഡിസ്ട്രോയറായിട്ട്. അപ്പോൾ ട്രെയിൻ കൊടുത്ത് നോക്കാം. 27 ലെവലാണ്. കംപ്ലീറ്റ് ആവാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇല്ല, എന്നാലും നമുക്ക് ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോഗ്രസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കൊടുത്തു നോക്കാം കേട്ടോ ഗൈസ്. എന്താ പാട് നോക്കാം. 105 ഓവറുകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റർ കൊടുക്കാം. ബൂസ്റ്റർ സേവിങ് ഒക്കെ തരുന്നത് ഗൈസ്. അതൊന്നും കിട്ടിയിട്ടൊരു കാര്യമില്ല. GK കൊടുക്കേണ്ടതൊക്കെ കന്നവാറ കൊണ്ടേ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റാറ്റ്സ് നോക്കാം. ഡിസ്ട്രോറാണ് അത്യാവശ്യം.
സി ബിക്കുണ്ട എല്ലാ ആട്രിബ്യൂട്ടും ഈ ഒരു കാർഡിനുണ്ട്. ഫോം എല്ലാ തേങ്ങയുണ്ട്. ഹൈറ്റിനൊരു ചെറിയ വിഷു മാത്രമേ കന്നവറക്ക് വരുന്നുള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റബിളായിട്ട് ലോ റേറ്റിൽ കളിക്കാനോ അതേപോലെ ഈ ഫുട്ബോൾ അക്കൗണ്ട് സെയിലും ബൈയും ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവരൊക്കെ പോയി കയറി വാങ്ങാൻ. നല്ല ട്രസ്റ്റബിളായിട്ടുള്ള മലയാളി ഗ്രൂപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ.